എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാവിലെ മുതൽ നമ്മളെ ന്യൂസ് ചാനലുകൾ വെച്ച് കഴിഞ്ഞാൽ വലിയ കോമഡിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി പടങ്ങൾ ഒന്നും കാണേണ്ട ആവശ്യമില്ല, നമ്മളെ മലയാളം ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ മതി. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് സഖാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡും, ആ റെയ്ഡും പിന്നെ റെയ്ഡിനെ തുടർന്ന് EDക്കെതിരെയുള്ള ആക്രമണവും, ഇതിനെ രണ്ടിനെയും ന്യായീകരിച്ചുകൊണ്ട് സഖാക്കൾ വന്നിട്ട് ചാനലുകളിലും മറ്റും വന്ന് പറയണ കേട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് ചിരിക്കാനുള്ള വകുപ്പുകളാണ്. ഒരു സഖാവ് പറയണത് ED റെയ്ഡ് കഴിഞ്ഞാൽ അപ്പോൾ ഇറങ്ങാൻ പാടില്ല, ജനങ്ങളൊക്കെ പോയിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ, അപ്പോൾ ED ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ഗാന്ധിയരാണെങ്കിൽ പോലും ആക്രമിച്ചു പോകുന്നാണ് ഒരു സഖാവ് പറയണത്. വേറൊരു സഖാവ് പറയണത് EDയെ ആരും ആക്രമിച്ചിട്ടില്ല, ആക്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല എന്നൊക്കെയാണ് വേറൊരു സഖാവ് പറയണത്. അതുകൊണ്ടായിരിക്കും പോലീസുകാർ 10-12 പേരെ അറസ്റ്റ് ചെയ്യുകയും കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തു EDയെ ആരും ആക്രമിക്കാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ വേറൊരു സഖാവ് പറയണത് ഇതെന്താ ആഗോളതലത്തിൽ വരെ ചർച്ചയായിട്ടുണ്ട്. സഖാവ് പിണറായി വിജയന്റെ വീട് ED റെയ്ഡ് നടത്തിയത് ഡൽഹിയിൽ വരെ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി സമരം നടത്തി എന്നൊക്കെയാണ് വേറൊരു സഖാവ് പറയണത്. എന്തോ ഭാഗം ആഗോളതലത്തിൽ ചർച്ചയായി എന്ന് പറഞ്ഞപ്പോൾ ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധത്തെക്കാട്ടിലും വലിയ ചർച്ചയായി എന്ന് പറയാതിരുന്നത് തന്നെ എന്തോ ഭാഗ്യം. പിന്നെ ഡൽഹിയിൽ നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സമരം നടത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മലയാളം ന്യൂസ് ചാനൽ പോലും അത് വലിയ വാർത്തയാക്കി കൊടുത്തിട്ടില്ല. അവിടെയുള്ള ഏതോ പ്രാദേശിക ചാനലാണ് അതിൻ്റെ വീഡിയോയും MA ബേബിയുടെ സമരത്തെ കുറിച്ചിട്ടുള്ള വീഡിയോയൊക്കെ പുറത്തു വിട്ടത്. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകണ പോലെ ബേബി സഖാവിനെ ഡൽഹിയിലുള്ള പോലീസുകാർ പൊക്കിയെടുത്ത് പോലീസ് വണ്ടിയിൽ ഇടുന്നതാണ് കാണുന്നത്. അതാണ് നിങ്ങൾ വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ പറയണ അടുത്ത തമാശ, ഇത് ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ്, ഒന്നിച്ചു നിന്നിട്ട് CPMനെ തകർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എന്നാണ് നിങ്ങൾ അടുത്തത് പറയണത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അണികൾ പോലും ഇപ്പം അത് വിശ്വസിക്കില്ല സഖാക്കൾ, അത് ആദ്യം മനസ്സിലാക്കണം. പണ്ട് നിങ്ങളുടെ അണികളെങ്കിലും വിശ്വസിച്ചിരുന്നു, ഇപ്പൊ അവർ പോലും വിശ്വസിക്കില്ല. കാരണം BJP ഈ രാജ്യത്തിന്റെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. പിന്നെ അലയൻസ് ഒന്നിച്ചു നിന്ന രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. ഈ രാജ്യത്തിന്റെ 4-5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടിയും ഒന്നിച്ചു നിന്നിട്ട് പാർലമെന്റിൽ 4 എംപിമാർ 5 എംപിമാരേറ്റേ ഉള്ളൂ എന്നാ തോന്നുന്നത്. അതിലും പകുതി കൂടുതൽ എംപിമാരെ കിട്ടിയിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കനിവുകൊണ്ട് കിട്ടിയിരിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഒരു MP ഉള്ളൂ. ബാക്കിയുള്ള എംപിമാരൊക്കെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് MP ഉണ്ടെന്ന് തോന്നുന്നു, അതന്ന് സ്റ്റാലിന്റെ രാഷ്ട്രീയ പാർട്ടി കൊടുത്തത്. അങ്ങനെയൊക്കെ ഉള്ള എംപിമാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ആ CPMനെ തകർക്കാനായിട്ട് രാജ്യത്ത് ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, പാർലമെന്റില് 4-5 എംപിമാരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർക്കാനായിട്ട് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും കൂടി ഒന്നിച്ചു നിന്നിട്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? CPMനെ തകർക്കാൻ വേണ്ടിയിട്ട് BJP കോൺഗ്രസ് ഒന്നിച്ചു നിന്നു. എന്തുണ്ട് കാര്യം? BJPക്ക് എവിടെയാ നിങ്ങൾ വെല്ലുവിളി? അതാദ്യം ഒന്ന് ആലോചിച്ചേക്ക്. ഈ രാജ്യത്തിന്റെ ഒരു സ്റ്റേറ്റിൽ പോലും ഇപ്പൊ നിങ്ങളില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴും പൊട്ടക്കിണറ്റിലെ തവളകൾ ചിന്തിക്കണ പോലെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ ഒരു സ്റ്റേറ്റിൽ പോലും ഇപ്പൊ ഈ രാജ്യത്ത് ഭരണത്തിലില്ല. നിങ്ങൾക്കാകെ 4 എംപിമാർ 5 എംപിമാരൊക്കെ ഉള്ളൂ, അത്രയാണ് നിങ്ങളുടെ സ്ഥിതി. എന്നിട്ടാണ് നിങ്ങൾക്കെതിരെ BJP കോൺഗ്രസ് ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കണത്.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അണികൾ പോലും വിശ്വസിക്കില്ല സഖാക്കളെ. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ചിരിപ്പിക്കേണ്ട വാക്കുകൾ തന്നെയാണത്. പിന്നെ ഈ ഇ ഡി റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണം, ശരിക്കും പറഞ്ഞാൽ ഈ ഇ ഡി റെയ്ഡ് സഖാവ് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതാ കേസെടുത്ത് കോടതിയിൽ പോയി കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ, വീണ കുറ്റക്കാരിയാണ് എന്ന് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 3 4 അല്ലെങ്കിൽ ഒരു 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള കേസായിരുന്നു. അതിൻ്റെ ഇടയിൽ ജാമ്യം എടുക്കുക, അങ്ങനെ പല പല ഉണ്ട്. ആ കേസായിരുന്നു. അതിന് ഉള്ള ഇ ഡി റെയ്ഡിനെതിരെ വലിയ വായിൽ മുദ്രാവാക്യം വിളിക്കുകയും ഇ ഡി റെയ്ഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇ ഡിയുടെ വാഹനത്തിലേക്ക് ചീമുട്ട എറിയുക, കല്ലെടുത്തെറിയുക, ഇ ഡിയെ വധിക്കാൻ ശ്രമിക്കുക, ഇ ഡിയുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം ഏകദേശം ഒരു 12 പേര് അറസ്റ്റിലായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി 300ഓളം പേരെ കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്ന് വരുന്നത്. ഈ 12 പേര് വർഷങ്ങളോളം ഉള്ളിക്കിടക്കും. അത് മനസ്സിലാക്കുക. കാരണം കേന്ദ്രത്തിലുള്ള ഇ ഡിക്കെതിരെയാണ് നിങ്ങൾ ആക്രമണം അഴിച്ചുവിട്ടത്. ഇപ്പം ഇവിടെയുള്ള വല്ല സമരമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഭരണം മാറുമ്പോൾ ആ കേസൊക്കെ എഴുതി തള്ളി ഒഴിവാക്കാം. അതുപോലെ ഇത് ഒഴിവാവൂല. അതാദ്യം മനസ്സിലാക്കുക. കാരണം ഇനി തെളിവില്ല എന്നും പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആക്രമിക്കുന്നതിൻ്റെ നല്ല രീതിയിലുള്ള വീഡിയോകൾ നമ്മളെ ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇ ഡിയെ ആക്രമിക്കുക, ഇ ഡി വന്ന വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുക, ഇതിനൊന്നും തെളിവില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നല്ല രീതിയിൽ തെളിവുണ്ട്. പിന്നെ CPM സഖാക്കൾ ഇന്നലെ ആ കാറിൻ്റെ ഡ്രൈവർമാരെയൊക്കെ പോയി കാണുക, അവരെയൊക്കെ ഫോൺ വിളിക്കുക, അവരെയൊക്കെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്ത് വാഹനങ്ങളൊക്കെ നേരാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയണ വാർത്ത കണ്ടു. അതുപോലെ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഇ ഡിയെ ആക്രമിച്ച് ഉള്ളിൽ പോയ സഖാക്കളുണ്ടല്ലോ, അവരുടെ വീടൊക്കെ പോയി സന്ദർശിച്ചിട്ട് അവരുടെ കുടുംബത്തെയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുക. ഇവർ ജയിലിൽ നിന്ന് പുറത്തു വരണ വരെ എല്ലാ ചെലവും നിങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ചെലവും കൂടി നടത്തുക കേട്ടോ. കാരണം നിങ്ങൾക്ക് വേണ്ടി സഖാവ് പിണറായി വിജയന് വേണ്ടിയിട്ടും ഗോവിന്ദൻ മാഷ്ക്ക് വേണ്ടിയിട്ടൊക്കെ സമരം നടത്തി ഇ ഡിയെ ആക്രമിച്ചിട്ടാണ് അവർ ഉള്ളിൽ പോണത്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഏറ്റെടുക്കുക. പിന്നെ എന്തായാലും പിണറായി വിജയൻ കേരളത്തിൻ്റെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു നല്ലൊരു കാര്യമുണ്ട്. ജയിലിലെ തടവുള്ളികൾക്ക് ദിവസക്കൂലി വർദ്ധിപ്പിച്ചു. അതിൻ്റെ ഗുണം ഇപ്പോൾ സഖാക്കൾക്ക് തന്നെ കിട്ടാനും തുടങ്ങി. കാരണം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാന്ന് തോന്നുന്നു സഖാവ് പിണറായി വിജയൻ ജയിൽ പുള്ളികളുടെ ശമ്പളം ദിവസക്കൂലി വർദ്ധിപ്പിച്ചത്. കാരണം പുള്ളിക്ക് മനസ്സിലായി അടുത്ത പ്രാവശ്യം നമ്മൾ പ്രതിപക്ഷത്തായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സമരമൊക്കെ നടത്തി ഇതൊക്കെ നടത്തി നമ്മളെ സഖാക്കളെ ഒട്ടുമിക്കവാറും ജയിലിലേക്കൊക്കെ പോകും. അപ്പോൾ അവർക്ക് അവിടെ ഒരു വരുമാനം വേണമല്ലോ. അത് സഖാക്കളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ ജയിലിലുള്ള തടവുള്ളികളുടെ ദിവസക്കൂലി കൂട്ടിയത്. അതെന്തായാലും സഖാക്കൾക്ക് ഉപകാരമാവുകയും ചെയ്തു. എല്ലാവർക്കും നമസ്കാരം.